മാർച്ച് 15 വിശുദ്ധ ലൂയിസ് ഡി മാരിലാക്ക്. 1591 ഓഗസ്റ്റ് 15 ഫ്രാൻസിലെ മ്യൂക്സ് പട്ടണത്തിനടുത്താണ് വിശുദ്ധ ലൂയിസ് ഡി മാരിലാക്ക് ജനിച്ചത്. പോയിസിയിലെ ഡൊമിനിക്കൻ കോൺവെൻറ്റിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയ ലൂയിസ് ഒടുവിൽ താൻ മതപരമായ ജീവിതത്തിലേക്കാണ് വിളിക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കി. മതപരമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള തൻ്റെ പദ്ധതികളെക്കുറിച്ച് കുമ്പസാരക്കാരനുമായി കൂടിയാലോചിച്ച ശേഷം ലൂയിസ് ഈ തൊഴിൽ വേണ്ടെന്ന് തീരുമാനിച്ചു. പകരം 1613 അവർ ആൻ്റണി ലെഗ്രാസിനെ വിവാഹം കഴിച്ചു. 1625 ആൻ്റണി മരിച്ചു. ലൂയിസ് വീണ്ടും ഒരു മതസമൂഹത്തിൽ ചേരുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഭർത്താവിൻ്റെ മരണശേഷം ലൂയിസ് സെയിൻറ്റ് വിൻസെൻ്റ് പോളിനെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തെ ഒരു ആത്മീയ ഡയറക്ടറായി ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനവും നിർദ്ദേശവും ഉപയോഗിച്ച് രോഗികളെയും ദരിദ്രരെയും അവഗണിക്കപ്പെട്ടവരെയും സേവിക്കുന്നതിനായി സമർപ്പിതരായ സ്ത്രീകളുടെ ഒരു സംഘം ലൂയിസ് രൂപീകരിച്ചു. കാരണം സമ്പന്നരായ സ്ത്രീകൾ പണം സ്വരൂപിക്കുന്നതിനൊപ്പം സ്വന്തം സാമൂഹിക വിഭാഗത്തിന് പുറത്തുള്ളവരെ സേവിക്കുന്നത് നിഷിദ്ധമായിരുന്നു. 1642 ലൂയിസ് ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റിക്ക് ഔപചാരിക നിയമം എഴുതി. 1655 അവർക്ക് വത്തിക്കാനിൽ നിന്ന് ഔപചാരിക അംഗീകാരം ലഭിച്ചു. റൂൾ ഫോർ ദി ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി രൂപീകരിച്ചതിന് ശേഷം ലൂയിസ് ഫ്രാൻസിലുടനീളം സഞ്ചരിച്ച് കോൺവെൻറ്റുകൾ രൂപീകരിക്കുകയും ആശുപത്രികളിലും അനാഥാലയങ്ങളിലും അവഗണിക്കപ്പെട്ടവരെ സഹായിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന മറ്റ് സ്ഥാപനങ്ങളിലും ജോലിക്കാരായി ഡോട്ടേഴ്സിനെ സ്ഥാപിക്കുകയും ചെയ്തു. 1660 പാരീസിൽ വെച്ച് മരിക്കുന്നതുവരെ ലൂയിസ് തീഷ്ണതയോടെ പ്രവർത്തിച്ചു. 1934 പിയൂസ് 11 മാർപ്പാപ്പ അവരെ വിശുദ്ധയായി പ്രഖ്യാപിക്കുകയും 1960 സാമൂഹ്യ പ്രവർത്തകരുടെ രക്ഷാധികാരിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു.